ഹലോ നമസ്കാരം, എല്ലാവർക്കും നല്ലത് മാത്രം നടക്കട്ടെ. നമ്മളിന്ന് ടാലിയിൽ നോക്കാൻ പോകുന്നത് സ്റ്റോക്ക് അഡ്ജസ്റ്റിംഗ് എങ്ങനെ ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ ഫ്രീ സാമ്പിളൊക്കെ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെ ചെയ്യാം, ഈ രണ്ട് ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു സമ്മാണ്, ഒരു പ്രോബ്ലമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആസ് യൂഷ്വലായി ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. കമ്പനി ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എന്തിനാണ് ഓരോ സമ്മ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, എന്നാലാണ് നിങ്ങൾ ചെയ്തൊക്കെ ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഒരൊറ്റ കമ്പനി തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെല്ലാ ഡീറ്റെയിൽസും ആ കമ്പനിയിൽ തന്നെ ആയിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ 1-2 കമ്പനികൾ ഉണ്ടാവും, മാക്സിമം അത്രേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ നമ്മളിവിടെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഓരോന്നിനും തനിച്ച് ഓരോരോ കമ്പനി ക്രിയേറ്റ് ചെയ്യാം. അതെന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഒരു ആൻസർ തരുന്നുണ്ട്. ആ ആൻസർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുമ്പം ഓട്ടോമാറ്റിക് നമുക്കൊരു കോൺസെൻട്രേഷൻ കപ്പാസിറ്റി കൂടെ അതിൽ കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പം നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, അത് നമുക്ക് അച്ചീവ് ചെയ്യണം, നമുക്കത് കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ നമ്മൾ വർക്ക് ചെയ്യും. അപ്പോൾ കോൺസെൻട്രേഷനാണ് മെയിൻ അക്കൗണ്ട്സ് ഫീൽഡിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നമ്മളെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ, ഒരു 0 അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് ടോട്ടൽ കൺഫ്യൂഷനാവും. ഓക്കെ, എനിവേ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളെല്ലാവരെയും നൗഫൽ KM ഗൂഡല്ലൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് Alt F3 പോവാം. ഇവിടെ കമ്പനിയുടെ നെയിം നമുക്ക് എന്ത് നെയിം വേണമെങ്കിലും കൊടുക്കാം. സ്റ്റോക്ക് അഡ്ജസ്റ്റിംഗ് ആയതുകൊണ്ട് സ്റ്റോക്ക് അഡ്ജസ്റ്റിംഗ്. ഇന്ന് ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഒരു വട്ടം കൂടെ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഇനി ഡൗട്ട് വരരുത്. അപ്പോൾ എല്ലാ സമ്മ് ഞാൻ ചെയ്യുമ്പോഴും ഒരു കമ്പനി ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചിലതിൽ ഞാൻ കാണിക്കുന്നുണ്ട്, ചിലത് ഞാൻ കാണിക്കുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ സമ്മ് ചെയ്യുമ്പോഴും ഓരോ കമ്പനി ആദ്യമേ ചെയ്തു വെക്കണം. ഓക്കെ, ഇനി അക്കൗണ്ടിങ് ഇൻഫോയിൽ പോവുക, നമുക്ക് ലെഡ്ജർ ചെയ്യാം. ഇതിൽ വരുന്ന ലെഡ്ജേഴ്സാണ്. നമുക്ക് ആദ്യം തന്നെ ക്യാപിറ്റൽസ് വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞതിൽ വന്ന അതേ പാർട്ട്നേഴ്സ് തന്നെയാണ് ഇതിലും വരുന്നത്, സൂരജ് ആൻഡ് ഷാഹുൽ. ചെറിയ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ കഴിഞ്ഞ സമ്മ് ഈ സമ്മുമായിട്ട്. മാക്സിമം സെയിം ആയിട്ടുള്ള എൻട്രീസ് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ടുണ്ടാവും. സൂരജ് ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ് അണ്ടർ വരിക, നമുക്കറിയാം. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തു, താഴെ വന്നു. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കണം. 1 lakh ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് വരുന്നത്. ക്രെഡിറ്റിൽ വന്നിട്ടുണ്ട്, ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ഷാഹുൽ ക്യാപിറ്റൽ. അക്കൗണ്ട് തന്നെയാണ് വരുന്നത്. സെലക്ട് ചെയ്യുക, ഇനി ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുക. ഷാഹുൽ ക്യാപിറ്റലും 1 lakh തന്നെയാണ് അമൗണ്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് OS റെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് വരുന്നുണ്ട്. അറിയാലോ, നമുക്ക് കറണ്ട് ലയബിലിറ്റീസിലാണ് വരുന്നത്. അത് ചൂസ് ചെയ്യുക. ഞാൻ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുക. അടുത്തൊരു ഔട്ട്സ്റ്റാൻഡിങ് സാലറി വരുന്നുണ്ട്. അതും കറണ്ട് ലയബിലിറ്റി തന്നെയാണ് നമുക്ക് വരുന്നത്. ഇനി അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ സാലറി പെൻഡിങ് ഉള്ളതാണ്. ലോൺ ഫ്രം കാനറ. കഴിഞ്ഞ നമ്മൾ സമ്മൻ ചെയ്ത അതേ ഇത് തന്നെയാണ്, ഓപ്പണിംഗ് ബാലൻസ് തന്നെയാണ് ഇതിലും വരുന്നത്. ലോൺ ഫ്രം കാനറ. ലോൺ ആൻഡ് ലിയബിലിറ്റി എന്ന അണ്ടറിലാണ് വരുന്നത്.
20,000. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഈ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ ഐറ്റം ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും സ്റ്റോക്ക് അഡ്ജസ്റ്റിംഗ് ഒക്കെ ഇടയ്ക്ക് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് വരുന്നത് കുറച്ച് ക്രെഡിറ്റേഴ്സ് ഉണ്ട്. കൃപ ആൻഡ് വിശ്വ, അശ്വതി, ഇവർ 3 പേരും. ഇവർ 3 പേരും ക്രിയേറ്റ് ചെയ്യാം. കൃപ നമുക്കറിയാം സൺട്രി ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് വരിക. സെലക്ട് ചെയ്യുക, മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ ലെസ് കൊടുക്കുക. ഇവിടെ ടോട്ടൽ എമൗണ്ട് 12,000. ഇവിടെ അറിയാലോ ഓപ്പണിംഗ് ബാലൻസ് എന്ന് ടൈപ്പ് ചെയ്യാം. വിശ്വ ഓപ്പണിംഗ് ബാലൻസ് ടൈപ്പ് ചെയ്യുക 20,000. ഓപ്പണിംഗ് ബാലൻസ് എന്ന് ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് അശ്വതി. അപ്പോൾ 2,67,000 ടോട്ടലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അസറ്റ് സൈഡിലേക്ക് പോവാം. അസറ്റ് സൈഡിൽ ആദ്യം നമ്മൾ ക്യാഷാണ് കൊടുക്കേണ്ടത്. ക്യാഷിൻ്റെത് അറിയാലോ, നമ്മൾ പേജപ്പ് കൊടുത്തിട്ട് ക്യാഷിനെ സെലക്ട് ചെയ്തിട്ട് എമൗണ്ട് കൊടുക്കുക. സപ്പോസ് നമ്മളിങ്ങനെ പേജപ്പ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരികയാണ്, ജസ്റ്റ് ഒന്ന് എൻ്റർ കീ കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് പോകാനുള്ള ഓപ്ഷൻ വരും. അങ്ങനെ നമ്മൾ ക്യാഷിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി ക്യാഷിൻ്റെ എമൗണ്ട് കൊടുക്കാം. ക്യാഷിൻ്റെ എമൗണ്ട് 37,100. അപ്പോൾ കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റിലേക്ക് എമൗണ്ട് വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം, അത് വന്നിട്ടുണ്ടോ നോക്കുക. ഇനി കനറ ബാങ്ക് നമുക്ക് ബാലൻസ് ഒരു 20,000 അവൈലബിൾ ആയിട്ടുണ്ട്, അത് കൊടുക്കുക. പിന്നെ HDFC ബാങ്കിൽ 20,000 ഉണ്ട്. അപ്പോൾ HDFC ബാങ്ക് ക്രിയേറ്റ് ചെയ്യാം. HDFC ബാങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു 20,000 അവൈലബിൾ ആയിട്ടുണ്ട് ക്യാഷ് ബാലൻസ്. അത് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഫിക്സഡ് അസറ്റ് വരുന്നുണ്ട്. അപ്പോൾ ലാൻഡ് നമുക്കൊരു ഫിക്സഡ് അസറ്റാണ്. അപ്പോൾ അതവിടെ കൊടുക്കുക. ഫിക്സഡ് അസറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എൻ്റർ ചെയ്ത് താഴെ വരിക. ഇവിടെ നമ്മൾ ലാൻഡിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 40,000 ആണ്. ആ 40,000 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബിൽഡിംഗ് ഇതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് തന്നെയാണ്. ഇനി ബിൽഡിങ്ങിൻ്റെ വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക 30,000. നെക്സ്റ്റ് വന്നിട്ട് പ്രീപെയ്ഡ് ഇൻഷുറൻസ്, മുൻകൂട്ടി അടച്ച ഇൻഷുറൻസ്. അത് നമുക്ക് കറണ്ട് അസറ്റ് ആണ്. ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു കഴിഞ്ഞ സമ്മിൽ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് നമുക്ക് 4,240. നെക്സ്റ്റ് അക്രൂഡ് റെൻറ്റ്, കിട്ടാനുള്ള റെൻറ്റ്. അതും കറണ്ട് അസറ്റ് തന്നെയാണ് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 1,760. നെക്സ്റ്റ് വന്നിട്ട് ഡെപ്റ്റേഴ്സ്. ഈ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യണേ. ചിലവർക്ക് അധിക പേരും മാറിപ്പോകുന്ന ഒരു സംഭവമാണ് ഈ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഞാൻ പിന്നെ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. ഡെപ്റ്റേഴ്സിൻ്റെ ഹെഡിങ്ങും ക്രെഡിറ്റേഴ്സിൻ്റെ ഹെഡിങ്ങും കൊടുത്തിട്ടുണ്ട്. കൊടുക്കാതെ ഇരിക്കുന്ന സമയത്താണ് കൺഫ്യൂഷൻ വരിക. അതായത് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അസറ്റ് സൈഡിലുള്ളതായിരിക്കും, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിയാബിലിറ്റി സൈഡിലുള്ളതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ മനോജ്, മോഹൻ 2 ഡെപ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ മനോജിന് ആദ്യം ചെയ്യാം. മനോജ് സൺഡ്രി ഡെപ്റ്റേഴ്സ്. നമുക്ക് തരാനുള്ള കസ്റ്റമർ എന്ന് പറയാം 30,000. ഇവിടെയും ഓപ്പണിംഗ് ബാലൻസ് ഒന്ന് ടൈപ്പ് ചെയ്യാം. നെക്സ്റ്റ് മോഹൻ എന്നുള്ളതും സൺഡ്രി ഡെപ്റ്റേഴ്സ് തന്നെയാണ്. മോഹൻ്റെ അമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക 60,000.
ഇനിയുള്ളത് സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ വാല്യൂ ആണ് 23,900. അത് നമുക്കിവിടെ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ ഈ വിൻഡോ ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. സപ്പോസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാല്യൂ നമുക്കിവിടെ കിട്ടൂല. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഈ വാല്യൂ കിട്ടിയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം എസ്കേപ്പ് കൊടുക്കുക. ഇനി ഐറ്റം ക്രിയേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇൻവെൻറ്ററി ഇൻഫോയിലേക്ക് പോവാം. അതിൽ പോയി നമുക്കിപ്പോൾ ഇവിടെ ഐറ്റം ക്രിയേഷനിൽ വരുന്ന ഐറ്റം വരുന്നുണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, കാറ്റഗറി, യൂണിറ്റ്, പർച്ചേസ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, ഓപ്പണിംഗ് സ്റ്റോക്ക് എല്ലാം ഇതിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ അതിന് ഇൻവെൻറ്ററി ഇൻഫോയിൽ പോയിട്ട് സ്റ്റോക്ക് ഗ്രൂപ്പ് ചൂസ് ചെയ്യുക. സ്റ്റോക്ക് ഗ്രൂപ്പിൽ സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് എന്നുള്ളതിനെ കൊടുക്കുക. ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഗ്രൂപ്പിൽ GR1 TS1 ആണ് വരുന്നത്. അപ്പോൾ GR1 കൺട്രോൾ A കൊടുത്താൽ മതി പെട്ടെന്ന് സേവ് ചെയ്യാൻ. പിന്നെ TS1 അടുത്ത നെക്സ്റ്റ് TS1 അതും കൺട്രോൾ A കൊടുക്കുക. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് കാറ്റഗറിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കാറ്റഗറിൻ്റെ ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പോൾ നമ്മളത് ഓൺ ചെയ്യാൻ വേണ്ടി F11 F2 പ്രസ് ചെയ്യുകയാണ്. അതിൽ നമ്മളെ കമ്പനി ചൂസ് ചെയ്യുകയാണ്. അവിടെ നമുക്ക് ആവശ്യമുള്ള ഓപ്ഷനാണ് മെയിൻറ്റെയിൻ സ്റ്റോക്ക് കാറ്റഗറീസ് എന്നുള്ള ഓപ്ഷൻ. അതിന് എസ് കൊടുക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത ഓപ്ഷൻസൊക്കെ ഇപ്പോൾ ഞാൻ നോ കൊടുക്കുകയാണ്. ഈ നോ കൊടുക്കുന്ന ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതൊക്കെ ഇനി വരുന്ന സമ്മുകളിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് എന്താണെന്ന് പറഞ്ഞു തരാണ്ട് നോ കൊടുക്കുന്നത്. അതാത് പൊസിഷനിൽ എത്തുമ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്റ്റോക്ക് കാറ്റഗറീസ് ആണ്. ഇപ്പോൾ കാറ്റഗറീസ് പോയിട്ട് ക്രിയേറ്റ് കൊടുക്കുക. കാറ്റഗറീസ് എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ടീ ഡസ്റ്റ് വരുന്നുണ്ട്, ഷൂട്ടിംഗ്, അംബർല, കുക്കറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ കൊടുക്കുക ടീ ഡസ്റ്റ്. ഷൂട്ടിംഗ്, നെക്സ്റ്റ് അംബർല വരുന്നത്, നെക്സ്റ്റ് കുക്കർ. ഇത്രയാണ് വരുന്നത്. ഇത്രയും കൊടുക്കുക. ഇനി നമുക്ക് യൂണിറ്റ് പിന്നെ നമ്മൾ സാധാരണ കൊടുക്കുന്ന യൂണിറ്റ് തന്നെയാണ്. ഇതിൽ നമ്മളിപ്പോൾ ഇവിടെ യൂണിറ്റ് നോസാണ് തന്നിട്ടുള്ളത്. നോസിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. നോസ് താഴെ നമ്പേഴ്സ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുക, സേവ് ചെയ്യുക. എല്ലാതും ഒരേ യൂണിറ്റ് ആയതുകൊണ്ട് പിന്നെ എക്സ്ട്രാ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ഐറ്റം ക്രിയേഷനിലേക്ക് കിടക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. ഐറ്റം നമുക്ക് ഫസ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് AVT ആണ്. അപ്പോൾ AVT കൊടുക്കുക. അതിൻ്റെ കാറ്റഗറി അതിൻ്റെ അണ്ടർ, അതായത് ഗ്രൂപ്പ് GR1 ആണ്. പിന്നെ കാറ്റഗറി വന്നിട്ട് AVT എന്നുള്ള ടീ ഡസ്റ്റ് ആണ്. ഇവിടെ നമുക്ക് യൂണിറ്റ് നമ്പേഴ്സ്, സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്നുള്ളിടത്ത് എസ് കൊടുത്ത് അതിൻ്റെ പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കൊടുക്കുക. പ്ലസ് ഓപ്പണിംഗ് ക്വാണ്ടിറ്റിയും കൊടുക്കുക. 50 അതിൻ്റെ പർച്ചേസ് പ്രൈസ്, 75 അതിൻ്റെ സെല്ലിംഗ് പ്രൈസ്. ഓപ്പണിംഗ് ക്വാണ്ടിറ്റി വന്നിട്ട് നമുക്ക് 25 ആണ്. അതിൻ്റെ പർച്ചേസ് പ്രൈസ് വന്നിട്ട് നമുക്ക് 50 ആണ്. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ. ഇനി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. സേവ് ചെയ്യാം. ഇനി അടുത്ത സെക്കൻഡ് ഐറ്റം റേമണ്ട്സ് ആണ്. ഇത് TS1 അണ്ടറിലാണ് വരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ കാറ്റഗറി റേമണ്ട്സ് നമുക്ക് സ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ ഇതിലാണ് വരുന്നത്. നോസ് കൊടുക്കുക. ഇവിടെ എസ് കൊടുത്തിട്ട് അതിൻ്റെ പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും. 2000 അതിൻ്റെ പർച്ചേസ് പ്രൈസ്, 2500 അതിൻ്റെ സെല്ലിംഗ് പ്രൈസ്. 6 നോസാണ് നമുക്ക് അതിൻ്റെ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി വരുന്നത്. സൂര്യമാർക്ക് ഇവിടെയും TS1 തന്നെ കൊടുക്കുക. സൂര്യമാർക്ക് നമുക്ക് അംബർല എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. നമ്പേഴ്സ് ഇവിടെ എസ് കൊടുക്കുക.
അതിൻ്റെ പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കൊടുക്കുക. 200 and 250. 250 കൊടുക്കുക. ഇവിടെ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി കൊടുക്കുക. ഏകദേശം 12 നോസാണ് ഓപ്പണിംഗ് ക്വാണ്ടിറ്റി വരുന്നത്. അതിൻ്റെ പർച്ചേസ് പ്രൈസ് നമുക്ക് 200 ആണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രസ്റ്റീജ്. TS1 അത് നമുക്ക് പ്രസ്റ്റീജ് എന്ന് പറയുന്നത് നമുക്ക് കുക്കറിലാണ് വരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും. രണ്ടും കൊടുക്കുക. ഓപ്പണിംഗ് ക്വാണ്ടിറ്റി വന്നിട്ട് 15 നമ്പേഴ്സാണ് വരുന്നത്. പർച്ചേസ് പ്രൈസ് 550. ഇത്രയും കൊടുത്ത് എൻ്റർ കൊടുത്ത് സേവ് ചെയ്യാം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എസ്കേപ്പ് കൊടുത്ത് അക്കൗണ്ടിങ് ഇൻഫോയിൽ പോയിട്ട് ലെഡ്ജർ ചൂസ് ചെയ്ത് നോക്കുക. നമ്മൾ കൊടുത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് ക്രിയേറ്റിൽ പോയി നോക്കിയാൽ നമുക്കിപ്പോൾ ടാലി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തെല്ലാം ക്ലിയർ ആണ്. ഇത് ഓക്കെ ആയതിന് ശേഷം മാത്രമേ നമ്മൾ വൗച്ചർ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മിസ്റ്റേക്ക് ഇതിൽ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാണ്ട് വൗച്ചറും ചെയ്തു കഴിഞ്ഞു. അവസാനം ആൻസർ നോക്കും മിസ്റ്റേക്ക് ആവും. അപ്പോൾ നമുക്ക് വൗച്ചറിലാണോ മിസ്റ്റേക്ക് ഇതിലാണോ ചെയ്തതെന്നുള്ളത് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഈസി മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ചെയ്ത് ഫുള്ള് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രം വൗച്ചർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വൗച്ചറാണ് ചെയ്യാൻ പോകുന്നത്. വൗച്ചറിൽ പറയുന്ന ഫസ്റ്റ് തന്നെ ഒരു പർച്ചേസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ കൃപ ട്രേഡേഴ്സിന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പർച്ചേസ് വൗച്ചർ എടുക്കുക. ബിൽ നമ്പർ 105. പാർട്ടീസ് നെയിം കൃപ ട്രേഡേഴ്സ്. അപ്പോൾ അവരെ സെലക്ട് ചെയ്യുക. ഞാൻ കൃപ എന്ന് ഷോർട്ട് ഫോം ആയിട്ട് കൊടുത്തത്. നിങ്ങൾ കൃപ ട്രേഡേഴ്സ് എന്നുള്ളത് തന്നെ കൊടുത്തോളൂ കേട്ടോ. പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട്. ഇനി നെയിം ഓഫ് ഐറ്റം എന്തായിട്ടാണ് നമ്മൾ അവരുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്നത്. AVT 1000 നമ്പേഴ്സും സൂര്യമാർക്ക് 300 നമ്പേഴ്സ്. ഇത്രയാണ് നമ്മൾ അവരുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്നത്. ന്യൂ റെഫറൻസ് കൊടുക്കുക. പാർട്ടി നെയിം വന്നതുകൊണ്ടാണ് നമ്മൾ ന്യൂ റെഫറൻസ് കൊടുക്കുന്നത്. അടുത്ത നെക്സ്റ്റ് എഗെയിൻ ഒരു പർച്ചേസും കൂടെ വരുന്നുണ്ട്. അശ്വതി ഏജൻസീസിൻ്റെ അടുത്ത് നമുക്ക് അശ്വതി ഏജൻസീസിൻ്റെ പർച്ചേസ് നോക്കാം. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്തത് സൂര്യമാർക്ക് 300 നോസും പ്രസ്റ്റീജ് ഒരു 40 നോസുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ബിൽ നമ്പർ കൊടുക്കുക. 106. സൂര്യമാർക്ക് നമ്മൾ അശ്വതി അവരെ നെയിം ആദ്യം കൊടുക്കുക. എന്നിട്ട് പർച്ചേസ് കൊടുത്തതിന് ശേഷം സൂര്യമാർക്കാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സൂര്യമാർക്ക് നമ്മൾ ഏകദേശം 300 നമ്പേഴ്സാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അവരെ കയ്യിൽ നിന്നും. അതവിടെ കൊടുക്കുക. അടുത്തത് നമ്മൾ കൊടുക്കുന്നത് പ്രസ്റ്റീജാണ് അവരുടെ അടുത്ത് മേടിച്ചിട്ടുള്ളത്. പ്രസ്റ്റീജ് നമ്മളൊരു 40 നമ്പേഴ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കൊടുക്കുക. ന്യൂ റെഫറൻസ് വരും കാരണം പാർട്ടി നെയിം വന്നതുകൊണ്ട്. ഇനി കൃപ ട്രേഡേഴ്സിൻ്റെ ഒരു റിട്ടേൺ ഉണ്ട്. പർച്ചേസ് എല്ലാവരോടും നമ്മൾ ചെയ്തു, അതുകൊണ്ട് പർച്ചേസ് റിട്ടേൺ ഡെബിറ്റ് നോട്ടിൽ വരിക. ഡെബിറ്റ് നോട്ട് വന്നിട്ടില്ലെങ്കിൽ ഓപ്ഷൻ ഓൺ ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അറിയാത്തവർക്കായി ഒന്നുകൂടെ പറയുകയാണ്. F11 ഫീച്ചേഴ്സ് പോവുക. അതിൽ നമുക്ക് F2 ഫീച്ചർ പോവുക. അതിൽ F2 ഫീച്ചർ ഇൻവെൻട്രി ഫീച്ചേഴ്സ് പോവുക. അല്ലെങ്കിൽ അവിടെ നമുക്ക് യൂസ് ഡെബിറ്റ് ക്രെഡിറ്റ് നോട്ട് റെക്കോർഡ് ക്രെഡിറ്റ് നോട്ട് ഇൻവോയ്സ് മോഡ്. ഈ 3 ഓപ്ഷൻ നമ്മൾ S കൊടുക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മ് ഞാൻ വിട്ടിട്ടുണ്ട്. അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇതിന് മുമ്പ് ഉള്ള താഴെ കൊടുത്തുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിനായിട്ടുള്ള ഒരു സമ്മ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ലിങ്ക് ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, കാണാത്തവരോടാണ് പറഞ്ഞത്. ഇനി പർച്ചേസ് റിട്ടേൺ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ ആദ്യം ഒറിജിനൽ ബിൽ നമ്പർ ചോദിക്കും. ആ നമ്പർ അവിടെ കൊടുക്കുക. ആർക്കാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്? കൃപ ട്രേഡേഴ്സിനാണ്. അപ്പോൾ കൃപ ട്രേഡേഴ്സിനെ നമ്മളവിടെ ചൂസ് ചെയ്യുക. കൺട്രോൾ A കൊടുത്താൽ മതി. ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഇവിടെ നമ്മൾ പർച്ചേസ് റിട്ടേൺ ആണ് കൊടുക്കേണ്ടത്. പക്ഷേ പർച്ചേസിന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടെ നമ്മൾ പർച്ചേസിന് സെലക്ട് ചെയ്തു.
ഇനി നമ്മൾ എന്താണ് അവർക്ക് റിട്ടേൺ കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ AVT 50 നമ്പേഴ്സും സൂര്യമാർക്ക് 30 നമ്പേഴ്സും ആണ്. അപ്പോൾ AVT 50 നമ്പേഴ്സ് നമ്മളവിടെ ചൂസ് ചെയ്തു. അടുത്ത് സൂര്യമാർക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് 30 നമ്പേഴ്സ് സൂര്യമാർക്ക് നമ്മളവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് അഗെയിൻസ്റ്റ് റെഫറൻസ് വരും. അതിൽ നമ്മൾ അവരുടെ നിന്ന് ആകെ ഒരു പർച്ചേസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് അവർക്ക് നമ്മൾ മുമ്പേ കൊടുക്കാനുള്ള ബാലൻസ് എമൗണ്ട് ആണ്, ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ഈ ബില്ല് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ 8500 ആ ബില്ല് എമൗണ്ടിൽ നിന്ന് കുറയും. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു സെയിൽസ് ആണ് വരാൻ പോകുന്നത്. മനോജിനാണ് നമ്മൾ സെയിൽസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മനോജിനെ എടുക്കുക, ഇവിടെ നമ്പർ സെലക്ട് ചെയ്യുക, മനോജിനെ ചൂസ് ചെയ്യുക. മനോജിനെ ചൂസ് ചെയ്തിട്ട് മനോജിന് നമ്മൾ AVT ഒരു 500 നമ്പേഴ്സും സൂര്യമാർക്ക് ഒരു 120 നമ്പേഴ്സുമാണ്, റേമൻസ് ഒരു 3 നമ്പേഴ്സുമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ആ താഴെയുള്ള റേമൻസ് വിട്ടു പോകരുത്. അധിക പേരും ചെയ്യുമ്പം ആ താഴെയുള്ള റേമൻസ് വിട്ടു പോകാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, സെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ലെഡ്ജറിനെ ക്രിയേറ്റ് ചെയ്യണം. സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട് തന്നെയാണ്, സേവ് ചെയ്യുക. ഇനി നമ്മൾ ഓരോരോ ഐറ്റംസ് ആയിട്ട് കൊടുക്കാം. AVT ആദ്യം 500 നമ്പേഴ്സ്. അടുത്ത ഐറ്റം സൂര്യമാർക്ക് ഒരു 120, റേമൻസ് ഒരു 3 നോസ്. ഇത്രയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇനി അടുത്തൊരു സെയിൽസ് വരുന്നുണ്ട്. ഇത് ന്യൂ റെഫറൻസ് കൊടുത്ത് സേവ് ചെയ്യാം. അടുത്ത സെയിൽസ് നമ്മൾ ചെയ്യുന്നത് മോഹൻ എന്ന് പറഞ്ഞ ആൾക്കാണ്. അപ്പോൾ മോഹൻ സെലക്ട് ചെയ്യുക, മോഹനെ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യല്ല, സെലക്ട് ചെയ്താൽ മതി. ആദ്യം നമ്മൾ സെലക്ട് ചെയ്ത് നോക്കണം, ഇല്ലെങ്കിൽ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. മോഹന് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രസ്റ്റീജ് ഒരു 20 നോസും AVT ഒരു 10 നോസുമാണ്. പ്രസ്റ്റീജ് 20 നോസ് ആൻഡ് AVT 10 നോസ്. ന്യൂ റെഫറൻസ് കൊടുക്കുക, സേവ് ചെയ്യുക. ഇനി ഒരു ക്യാഷ് പേയ്മെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ അത് കൃപ ട്രേഡേഴ്സിന് 25,000 നമ്മൾ കൊടുക്കാനുണ്ട്. അപ്പോൾ കൃപ ട്രേഡേഴ്സ് നമ്മൾ കൊടുക്കാനില്ല, കൊടുത്തു. അപ്പോൾ അഗെയിൻസ്റ്റ് റെഫറൻസ് പോവുക. അതിലവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബിൽ നമ്പർ 105 അപ്പോൾ 105 സെലക്ട് ചെയ്യുക. അതിൽ 25,000 ആണ് കൊടുക്കുന്നത്. ഇവിടെയും അധിക പേര് മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. ഇവിടെ എത്രയാണോ നമ്മൾ എമൗണ്ട് കൊടുക്കുന്നത് അതിനെയാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ടൈപ്പ് ചെയ്യുക. നമ്മൾ ക്യാഷ് ആയിട്ടാണോ കൊടുക്കുന്നത്, ചെക്ക് ആയിട്ടാണോ കൊടുക്കുന്നത് നോക്കുക. ഇവിടെ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ക്യാഷിനെ സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. നെക്സ്റ്റ് മനോജ് എന്ന് പറയുന്ന ആളുടെ നിന്ന് നമുക്ക് 30,000 ഓപ്പണിംഗ് ബാലൻസ് റിസീവ് ആകുന്നുണ്ട്. അപ്പോൾ റിസീപ്റ്റ് വൗച്ചറിൽ എടുക്കുക, മനോജ് എന്നുള്ളതിനെ ചൂസ് ചെയ്യുക, അഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുക്കുക. അതിൽ ഓപ്പണിംഗ് ബാലൻസ് ആണ് റിസീവ് ചെയ്യുന്നതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസിനെ തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ക്യാഷ് ആണോ ചെക്കാണോ റിസീവ് ആയത് നോക്കുക. അപ്പോൾ ക്യാഷ് ആണ് നമുക്ക് റിസീവ് ആയത്, അതുകൊണ്ട് ക്യാഷിനെ ചൂസ് ചെയ്യുക, പിന്നെ സേവ് ചെയ്യുക. നെക്സ്റ്റ് ക്യാഷ് വിത്ഡ്രോ ഫ്രം HDFC ബാങ്ക് 15,000 HDFC ബാങ്കിൽ നിന്ന് വിത്ഡ്രോ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ HDFC ബാങ്കിനെ ചൂസ് ചെയ്യാം. 20,000 HDFC ബാങ്കിൽ അവൈലബിൾ ആയിട്ടുണ്ട്, ഇവിടെ നമുക്ക് കാണിക്കും. അതിൽ 15,000 ആണ് നമ്മൾ വിത്ഡ്രോ ചെയ്യുന്നത്, അതവിടെ കൊടുക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് വിത്ഡ്രോ ചെയ്യുന്നത്, ക്യാഷ് ആയിട്ടാണോ ചെക്ക് ആയിട്ടാണോ എന്നുള്ളത് അവിടെ കൊടുക്കുക. ക്യാഷ് ആയിട്ടാണ് നമ്മൾ വിത്ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് നമ്മളവിടെ കൊടുക്കുക, സേവ് ചെയ്യാം. നെക്സ്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ ഫ്രം കനറ ബാങ്ക് ടു HDFC ബാങ്ക്. അപ്പോൾ ഇതിൽ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ആയതുകൊണ്ട് ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട്, ശ്രദ്ധിക്കണം ക്വസ്റ്റ്യനിൽ. അപ്പോൾ കനറ ബാങ്കിൽ നിന്ന് HDFC ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ റിസീവ് ചെയ്യുന്ന ബാങ്ക് HDFC ബാങ്കും ട്രാൻസ്ഫർ ചെയ്യുന്ന ബാങ്ക് കനറ ബാങ്കുമാണ്. അപ്പോൾ ഗിവർ ക്രെഡിറ്റിലല്ലേ വരിക. അപ്പോൾ കനറ ബാങ്കിന് നമ്മൾ ക്രെഡിറ്റിൽ കൊടുക്കുക. കനറ ബാങ്കിൻ്റെ എമൗണ്ട് നമ്മൾ 5,000 കൊടുക്കുക. HDFC ബാങ്കിന് ഡെബിറ്റിൽ സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. നെക്സ്റ്റ് സെയിൽസ് റിട്ടേൺ ടു മോഹന് നമ്മൾ സെയിൽസ് റിട്ടേൺ ചെയ്യുക. മോഹൻ നമുക്ക് സെയിൽസ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ Ctrl F8 കൊടുക്കുക. ഇത് സെയിൽസ് റിട്ടേൺ ഫോർമാറ്റിലേക്ക് വരാൻ വേണ്ടി Ctrl V കൊടുക്കുക. ഓക്കെ, അതിൻ്റെ ബിൽ നമ്പർ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുക. പാർട്ടീസ് അക്കൗണ്ട് നെയിം നമ്മൾ മോഹനാണ് നമുക്ക് സെയിൽസ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ മോഹനെ ചൂസ് ചെയ്യുക. ഇവിടെ സെയിൽസ് എന്ന് കൊടുത്താൽ മതി. ഇനി മോഹൻ എന്തൊക്കെയാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് വെച്ചാൽ പ്രസ്റ്റീജ് ഒരു 5 നോസാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ പ്രസ്റ്റീജ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ 5 നോസ് എന്ന് കൊടുക്കുക.
എഗെയിൻസ്റ്റ് റെഫറൻസ്. അപ്പോൾ മോഹൻ്റെ ബിൽ എമൗണ്ട് വരും, അതിൽ നിന്ന് അത് ലെസ് ആവും. നെക്സ്റ്റ് കമ്മീഷൻ റിസീവ് ആകുന്നുണ്ട്. അപ്പോൾ റെസിപ്റ്റ് വൗച്ചറിൽ വരിക, ഇവിടെ വെച്ചിട്ട് ഇതേപോലെ കമ്മീഷൻ ഇല്ലാത്തതുകൊണ്ട് Alt+C യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. സ്പീഡായെങ്കിൽ ഇത് അവിടെ കാണിച്ചു തരാം. റെസിപ്റ്റിൽ ക്രെഡിറ്റിൽ കമ്മീഷൻ ഇല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കമ്മീഷൻ എന്നുള്ളതിന് Alt+C ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം. കമ്മീഷൻ നമുക്ക് റിസീവ് ആയതുകൊണ്ട് ഇൻഡയറക്റ്റ് ഇൻകാണ്, അപ്പോൾ നമ്മളവിടെ കൊടുക്കുക. $5,000 ഇവിടെ കൊടുക്കുക, ക്യാഷ് ഡെബിറ്റിൽ കൊടുക്കുക. ഇനിയാണ് നമ്മൾ ഈ സമ്മിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാൻ പോകുന്നത്, സാമ്പിൾ പീസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു AVT 2 നോസും സൂര്യമാർക്ക് 1 നോസും നമ്മൾ സാമ്പിൾ പീസ് കൊടുക്കണം. ഈ സാമ്പിൾ പീസ് കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതിന് നമ്മൾ ക്യാഷ് മേടിക്കാറില്ല. ചെറിയതായിട്ട് സാമ്പിൾ കൊടുക്കുമ്പോൾ നമുക്ക് അതിന് ക്യാഷ് കിട്ടാറില്ല, മേടിക്കാറില്ല എന്നല്ല, കിട്ടാറില്ല. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഐറ്റം പോകുന്നുണ്ട്, എന്നാൽ നമുക്ക് അതിനിട്ട് ക്യാഷ് കിട്ടുന്നുമില്ല. അപ്പോൾ നമ്മളത് എങ്ങനെ ചെയ്യും? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫീച്ചർ യൂസ് ചെയ്യണം. ആദ്യം നമ്മളിത് ചെയ്യേണ്ട വൗച്ചർ നോട്ട് ചെയ്ത് വെച്ചോളൂ. സെയിൽസ് വൗച്ചറിലാണ് നമ്മൾ സാമ്പിൾ പീസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സെയിൽസ് വൗച്ചർ ആദ്യം എടുക്കുക, എന്നിട്ടൊരു ഫീച്ചർ ഓൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് F11 ഫീച്ചേഴ്സ് പോവുക, അതിൽ F2 ഫീച്ചർ എടുക്കുക. നമുക്ക് F11 ഫീച്ചേഴ്സ് F2 അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എസ്കേപ്പ് കൊടുക്കുക, ക്ലിക്ക് ചെയ്ത് വരുന്നില്ലെങ്കിൽ എന്നിട്ട് വെളിയിൽ പോയിട്ട് F11 ഫീച്ചേഴ്സിൽ അതിൽ ഇൻവെൻട്രി ഫീച്ചേഴ്സ് നമ്മളെ കമ്പനി ചൂസ് ചെയ്യുക. 2 മെത്തേഡ് ഉണ്ട്, നമുക്ക് വൗച്ചറിൽ നിന്ന് എടുക്കാം. വൗച്ചറിൽ നിന്ന് ചില കേസസിൽ വന്നിട്ടില്ലെങ്കിൽ നമുക്കിത് അതേപോലെ പുറത്ത് വന്നിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ ഈ ഫീച്ചറാണ് എനേബിൾ 0 വാല്യൂ ട്രാൻസാക്ഷൻസ് എന്നുള്ള ഓപ്ഷന് നമ്മൾ S കൊടുക്കണം. ഇത് S കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതായത് സാമ്പിൾ പീസ് കൊടുക്കുന്ന എൻട്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ, എനേബിൾ 0 വാല്യൂ ട്രാൻസാക്ഷൻ, ഇതിന് നമ്മൾ S കൊടുക്കുക. ഇത് നമ്മൾ സേവ് ചെയ്യുക. ബാക്കിയുള്ളത് നമ്മൾ ചേഞ്ച് ചെയ്യാനില്ല. ഇനി എസ്കേപ്പ് കൊടുത്ത് നേരെ സെയിൽസ് വൗച്ചറിലേക്ക് വരിക. ഇപ്പോൾ മാറ്റങ്ങളൊന്നും വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനുണ്ടാവില്ല. എവിടെ മാറ്റം വരുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പാർട്ടീസ് അക്കൗണ്ട് നെയിമിൽ ക്യാഷ് കൊടുക്കുക. കാരണം സാമ്പിൾ പീസ് നമ്മൾ ആളെ പേര് കൊടുത്താൽ അയാൾ തരാനുള്ളത് പോലെ ആവും. അതുകൊണ്ട് സെയിൽസ് തന്നെ കൊടുക്കുക. ഇവിടെ നമ്മൾ AVT എത്ര കൊടുക്കുന്നത്, 2 നോസാണ് സാമ്പിൾ പീസ് കൊടുക്കുന്നത്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ റേറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എമൗണ്ട് കിട്ടിയതുപോലെ ആവും. കാരണം ക്യാഷ് അല്ലേ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ റേറ്റിന് നമ്മൾ എന്ത് ചെയ്യുക, 0 ആക്കി കൊടുക്കുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇതാണ് 0 വാല്യൂഡ് എൻട്രീസ് എന്ന് പറയുക ടാലിയിൽ. നമ്മൾ സാമ്പിൾ പീസ് എന്ന് പറയും, ടാലിനെ സംബന്ധിച്ചിടത്തോളം 0 വാല്യൂഡ് എൻട്രീസ് എന്നാണ് പറയുക ഇതിന്. എന്നിട്ട് എൻ്റർ ചെയ്യുക. അതിനുള്ള ഫീച്ചറാണ് ഇപ്പോൾ ഞാൻ ഓണാക്കി. അത് ഓണാക്കിയെങ്കിൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. എൻ്റർ ചെയ്യുക. എന്നിട്ട് അടുത്ത് സൂര്യമാർക്ക് നമ്മൾ 1 നോസാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ 1 നോസ് അവിടെ കൊടുക്കുക, റേറ്റ് നമ്മൾ 0 ആക്കി കൊടുക്കുക, എന്നിട്ട് എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫ്രീ സാമ്പിൾ ടാലിയിൽ ചെയ്യുന്നത്, ഇങ്ങനെയാണ്. അപ്പോൾ സംഭവം ഇത് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ആ ഫീച്ചർ ഞാൻ നേരത്തെ കാണിച്ച എനേബിൾ 0 വാല്യൂ ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷന് നമ്മൾ S കൊടുത്തെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു എൻട്രി നമുക്ക് സേവ് ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കളിച്ചാലും ഈ സംഭവം സേവ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഒരു ഡെപ്രിസിയേഷൻ വരുന്നുണ്ട്. ഡെപ്രിസിയേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സെക്കൻഡ് ടോപ്പിക്കിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡെപ്രിസിയേഷന് വേണ്ടി നമ്മൾ ജനറൽ വൗച്ചർ എടുത്തു. അതിൽ നമ്മൾ Alt+C യൂസ് ചെയ്തിട്ട് ഡെപ്രിസിയേഷൻ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തു. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഏതെങ്കിലും ഒരു എമൗണ്ട് അവിടെ കൊടുക്കുക. ഇനി ക്രെഡിറ്റിൽ വന്നിട്ട് നമുക്ക് ലാൻഡ് ഒരു 5%, ബിൽഡിംഗ് ഒരു 5% ആണ് വരുന്നത്. അപ്പോൾ ലാൻഡിൻ്റെ വാല്യൂ നമ്മൾ ഓപ്പണിംഗ് ബാലൻസിൽ നോക്കുക, ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഓപ്പണിംഗ് ബാലൻസിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ലാൻഡിനെ ചൂസ് ചെയ്യുക. ലാൻഡിൻ്റെ വാല്യൂ നമുക്ക് 40,000 ആണ് വരുന്നത്. 40,000 5% എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ആദ്യം 40,000 10% കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 4,000 പാതി എടുത്ത 5%, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 4,000 പാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2,000. ഒന്നുകൂടെ പറയാം, ടോട്ടൽ നമുക്ക് 40,000 10% ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ 4,000, അതിൻ്റെ പാതി എടുത്താൽ നമുക്ക് 5% ആയി. 10% എന്ന് പറയുമ്പോൾ ഒരു 0 കട്ട് ചെയ്യും. 5% എന്ന് പറയുമ്പോൾ ഒരു 0 കട്ട് ചെയ്തിട്ട് അതിൻ്റെ പാതി എടുക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് കാൽക്കുലേഷൻ ചെയ്ത് കണ്ടുപിടിക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി ബിൽഡിംഗ് അതുപോലെ തന്നെ 30,000 ആണ്. അപ്പോൾ 30,000 ആകുമ്പം അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 3,000, 3,000 പാതി എന്ന് പറയുമ്പോൾ 1,500, അതവിടെ കൊടുക്കുക. അപ്പോൾ ടോട്ടൽ നമുക്ക് 3,500 ആണ് കഴിഞ്ഞ വർഷത്തെ ഡെപ്രിസിയേഷൻ എമൗണ്ട്. അത് നമ്മളിവിടെ കൊടുക്കുക, 3,500. എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക.
ഇനി നമുക്ക് അവസാനത്തെ എൻട്രിയും നമ്മളെ രണ്ടാമത്തെ ടോപ്പിക്കുമായ എൻട്രിയിലേക്ക് കിടക്കാം. ആഫ്റ്റർ ദ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ദിസ് മന്ത് AVTs ആർ ഫൗണ്ടഡ് ഫോർ 60 നമ്പേഴ്സ് ഇൻ ലൊക്കേഷൻ ഇഫ് ദർ ആർ എനി ഡിഫറൻസ് ഷുഡ് ബി അഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് AVT എന്ന് പറയുന്ന ഐറ്റം നമ്മൾ സ്റ്റോക്കിൽ പോയി ചെക്ക് ചെയ്യുന്ന സമയത്ത്, ഫിസിക്കലായി ചെക്ക് ചെയ്യുന്ന സമയത്ത് 460 ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡാമേജസോ എന്തെങ്കിലും എന്താ പറയുക തെഫ്റ്റ് നടക്കുകയോ കള്ളം കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഡാമേജ് ആവുക അങ്ങനെയുള്ള പീസുകളൊക്കെ സംഭവിക്കാറില്ലേ. പക്ഷെ അത് ഡാമേജ് ആവുന്ന ഫിസിക്കലായിട്ടുള്ളത് മാത്രമേ ഡാമേജ് ആവുള്ളൂ. നമ്മളെ സിസ്റ്റത്തിൽ ഡാമേജ് ആയി നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡാമേജ് ആയ പീസിനെ നമ്മൾ റിമൂവ് ചെയ്യണം, സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ സ്റ്റോക്കിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം എന്തറിയണം, നമ്മളെ സിസ്റ്റത്തിൽ ഇപ്പോൾ AVT അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഐറ്റം ആണെങ്കിലും ആ ഐറ്റത്തിൻ്റെ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് അറിയണം. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ സ്റ്റോക്ക് സമ്മറി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഗ്രൂപ്പുകളാണ് ആദ്യം വരിക, ഗ്രൂപ്പിൻ്റെ നെയിം. അപ്പോൾ ഇതിൽ നമുക്ക് AVT എന്നുള്ള GR1 എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണുള്ളത്. 463 ഉണ്ട്. പക്ഷെ എത്ര ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയുന്നത് 460 ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ സ്റ്റോക്കിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇനി TS1 എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഐറ്റംസ് ഇപ്പോൾ എത്ര അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റോക്ക് സമ്മറി എന്ന് പറഞ്ഞ ഡീറ്റെയിൽസിൽ കാണാൻ കഴിയും. സ്റ്റോക്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും റിപ്പോർട്ട് നമുക്ക് ഇവിടെ വന്നിട്ടാണ് കാണാൻ കഴിയുക. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഇവിടെ 463 ഇപ്പോൾ നമ്മളെ കയ്യിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ 460 ഉണ്ടാകാൻ പാടുള്ളൂ. ആ 460 ആയി നമുക്കതിനെ മാറ്റണം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വൗച്ചറാണ് Alt F10. ഇതിൻ്റെ പേര് ഫിസിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്നാണ് പറയുക. Alt F10 ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ. പുതിയ വൗച്ചറാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ AVTനെ സെലക്ട് ചെയ്യുക. എത്രയായിട്ടാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ ക്വാണ്ടിറ്റി നമ്മളവിടെ ടൈപ്പ് ചെയ്യുക. അതായത് 460 ആയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 460 എന്നുള്ളത് കൊടുക്കുക, എന്നിട്ട് എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് 463 എന്നുള്ളത് 460 ആയിട്ട് നമുക്ക് മാറിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് പോയി ചെക്ക് ചെയ്യാം. കണ്ടില്ലേ, 460 ആയിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റോക്കിനെ സെയിൽ ചെയ്യാണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് സ്റ്റോക്ക് അഡ്ജസ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ നമ്മളെ സമ്മ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ആൻസർ ശരിയാണെന്ന് നോക്കാം. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ പോവാം. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് 22,800 കറക്റ്റാണ്. നമുക്ക് നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ് എമൗണ്ട് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ബാലൻസ് ഷീറ്റ് പോവാം. ബാലൻസ് ഷീറ്റ് എമൗണ്ട് 4,48,300 കറക്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, ഇത് കാണുന്നവരൊക്കെ ചെയ്ത് നോക്കുക. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത് ഉപകാരപ്പെടുന്ന നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഇത് ഒരുവിധം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കോഴ്സ് തന്നെയാണ് ടാലി എന്ന് പറയുന്ന കോഴ്സ്. അല്ലെങ്കിൽ ടാലി എന്ന് പറയുന്ന ഒരു നമ്മളെ ഇന്ത്യൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ടാലി ഉണ്ട്. എന്തായാലും ടാലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഇനിയും തുടർന്ന് അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബൈ.